ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ടഫായി തോന്നുന്ന ഒരു ചാപ്റ്ററാണ് ഓൺ ദി റൂഫ് ഓഫ് ദ വേൾഡ്. കുറച്ച് വലിയ ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും വൺ വേർഡുമാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നോക്കൂ, ആദ്യം ഒരു വൺ വേർഡ് ചോദിക്കാം. നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ്? ഓൺ ദി റൂഫ് ഓഫ് ദ വേൾഡ് അല്ലേ? അപ്പം ഓൺ ദി റൂഫ് ഓഫ് ദ വേൾഡ് വിച്ച് മൗണ്ടെയിൻ റേഞ്ച് ഈസ് നോൺ ആസ് ദി റൂഫ് ഓഫ് ദ വേൾഡ്? ഏത് മൗണ്ടെയിൻ റേഞ്ചാണ് ദി റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത്? ഓക്കെ, വിച്ച് മൗണ്ടെയിൻ റേഞ്ച് ഏതാണ്? ഇറ്റ് ഈസ് എ പാമിർ നോട്ട്. ഏതാണ്? പാമിർ നോട്ടാണ്. അപ്പോൾ പാമിർ നോട്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നും കൂടി ഓർത്ത് വെക്കുക. പാമിർ നോട്ടിൻ്റെ അത് മാപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ ടോട്ടലി മുകളിലായിട്ട് അല്ലേ, കാരക്കോറം റേഞ്ചിനൊക്കെ മുകളിലായിട്ട് ഹിന്ദുക്കുഷിൻ്റെയും കുൻലുൻ്റെയും നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മൗണ്ടെയിൻ റേഞ്ചാണ് നമ്മുടെ പാമിർ നോട്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമാണ്, നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കാം. അപ്പം ഒന്ന് ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹിമാലയൻ മൗണ്ടെയിൻസിനെ നമ്മൾ എത്രയാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഹിമാലയൻ മൗണ്ടെയിൻസിലല്ല, നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് നോർത്തേൺ ഹിൽസ്. അല്ലെങ്കിൽ നോർത്തേൺ ഹിൽസിന് മറ്റൊരു പേരെന്താണ്? പൂർവാചൽ എന്നത് കൂടിയാണ്. അപ്പം ട്രാൻസ് ഹിമാലയത്തിലെ 3 റേഞ്ചസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതിൻ്റെ മാപ്പും ഒന്ന് പഠിച്ചു വെക്കുക. കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, സസ്കർ റേഞ്ചാണ്. ഇനി നമ്മുടെ ഹിമാലയത്തിനെ മൂന്നാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് കേട്ടോ. പിന്നെ ഈസ്റ്റേൺ ഹിൽസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഗാരോ, ഖാസി, ജൈൻറ്റിയ, നാഗ, പത്കൈബൂം, മിസോ ഹിൽസ്. ഇവയൊക്കെയാണ് നമ്മുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസിൽ. അപ്പം ഇത് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് നമ്മുടെ ഹിമാലയനെ എത്രയാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഹിമാലയനെ മൂന്നാക്കിയിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എന്താക്കുക? ഒന്ന് ഡീപ്പായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഡീപ്പായിട്ട് മീൻസ് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ, ഏതാണ് അപ്പർ ഹിമാലയ, ഔട്ടർ ഹിമാലയ ഏതാണ്, ലെസർ ഹിമാലയ ഏതാണെന്നൊക്കെ നമ്മളിതിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ജസ്റ്റ് നോക്ക്, ഹിമാലയാസിൻ്റെത് ഒന്ന് പഠിച്ചേക്കാം. ഹിമാദ്രി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രേറ്റർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നതാണ് ഹിമാദ്രി. അതിൻ്റെ ആവറേജ് എലവേഷൻ എന്ന് പറയുന്നത് 6100 മീറ്ററാണ്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ട്? അത് നിയർലി 25 കിലോമീറ്ററാണ് ഹിമാദ്രി. അതുപോലെ ഇത് സ്നോ ക്ലാഡ് മൗണ്ടെയിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. സ്നോ ക്ലാഡ് മൗണ്ടെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയ എന്നാണ് ഹിമാദ്രി വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇനി ഹിമാചൽ ആണെങ്കിലോ ലെസർ ഹിമാലയാസ് ആണ്. എലവേഷൻ എന്ന് പറയുന്നത് 3500 to 4500 മീറ്റേഴ്സാണ്. വിഡ്ത്ത് 60 to 80 കിലോമീറ്ററാണ്. ഇനി ശിവാലിക് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഔട്ടർ ഹിമാലയാണ് അല്ലേ? ഔട്ടർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ശിവാലിക് ആണ്. സദേൺ മോസ്റ്റ് റേഞ്ചിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ ശിവാലിക്. അതുപോലെ ബോർഡേഴ്സ് ഓഫ് ദ ഗംഗ പ്ലെയിൻ റേഞ്ചിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 60 to 150 കിലോമീറ്ററാണ്. അതുകൂടി ഓർത്ത് വെക്കുക. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് 3 ബൗണ്ടറീസ് അല്ലേ? ഏതൊക്കെയാണ്? പ്ലേറ്റ് ബൗണ്ടറീസ് ഏതൊക്കെയാണ്? 3 ഉണ്ട്. കൺവേർജൻ ബൗണ്ടറി, ഡൈവേർജൻ ബൗണ്ടറി ആൻഡ് ട്രാൻസ്ഫോം ബൗണ്ടറി. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. 3 ബൗണ്ടറീസ് ഏതൊക്കെയാണ്? പ്ലേറ്റ് ബൗണ്ടറീസ് 3ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൺവേർജൻ, ഡൈവേർജൻ ആൻഡ് ട്രാൻസ്ഫോം. ബൗണ്ടറീസ് where plates move towards each other.
ടുവേർഡ്സ് ഈച്ച് അതർ, ബൗണ്ടറീസ് പ്ലേറ്റ്സ് രണ്ടും കൂടിയിട്ട് അല്ലേ ടുവേർഡ്സ് ഈച്ച് അതറിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺവേർജൻ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഇനി ബൗണ്ടറീസ് ഓഫ് പ്ലേറ്റ്സ് മൂവ് ഫ്രം എവേ ഈച്ച് അതർ, രണ്ടും രണ്ട് സൈഡിലേക്ക് പോകുന്നത് അല്ലേ, അതിനെ നമ്മൾ ഡൈവേർജൻ ബൗണ്ടറീസ് എന്ന് പറയും. ഇനി സ്ലൈഡ് പാസ്റ്റ് ചെയ്യുന്നത്, ബൗണ്ടറീസ് ഓഫ് പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ, അതിനെ നമ്മൾ ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് അറിയപ്പെടുന്നുണ്ട്. അത് മൂന്നും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പ്ലേറ്റ് ബൗണ്ടറീസ് 3 എണ്ണമാണ്, അത് ഏതൊക്കെയാണെന്ന് നോക്കുക. ജസ്റ്റ് നമ്മൾ അതിൻ്റെ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്താണ് നമ്മുടെ റീജിയണൽ ഡിവിഷൻസ്. എന്താണ് റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്? റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിമാലയാസ്. പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിമാലയനെ വിഭജിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം വെസ്റ്റ് ഭാഗത്തുള്ള ഈ പച്ച കളറിൽ കൊടുത്തിട്ടുള്ളതാണ് എന്ത്? വെസ്റ്റേൺ ഹിമാലയ. ഇനി സെൻറ്റർ ഭാഗത്തായിട്ട് നേപ്പാളൊക്കെ ഉള്ള ഭാഗത്തായിട്ടുള്ള ഹിമാലയമാണ് നമ്മുടെ സെൻട്രൽ ഹിമാലയ. ആൻഡ് ഈസ്റ്റേൺ സംസ്ഥാനത്തുള്ള ഈസ്റ്റേൺ ഹിമാലയാസിനെ എന്താണ്? ഈസ്റ്റേൺ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ള ഹിമാലയാസ് ആണ് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് അറിയപ്പെടുന്നത്. ഈ റീജിയണൽ ഡിവിഷൻസും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം. എന്താ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവേഴ്സ് അലോങ് വിത്ത് ദെയർ ട്രിബ്യൂട്ടറീസ് ക്രിയേറ്റ് ദ ഹിമാലയ ഡ്രെയിനേജ് സിസ്റ്റം. ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ 3 മെയിൻ നദികളാണ്. നമ്മുടെ 3 ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 നദികൾ ചേർന്നിട്ട് ഉണ്ടാക്കുന്ന, അവയുടെ പോഷക നദികളും കൂടി ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രെയിനേജ് ഇതിനെയാണ് നമ്മൾ ഹിമാലയ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ദീസ് റിവേഴ്സ് ക്രിയേറ്റ് ലാൻഡ് ഫോം സച്ച് ആസ് വി ഷേപ്ഡ് വാലീസ്, ഗോർജസ് ആൻഡ് വാട്ടർഫോൾസ് കേട്ടോ. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മളതിന് ടെക്സ്റ്റ് ബുക്കിൽ 3 റിവേഴ്സിൻ്റെ ഇത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഏതൊക്കെയാണ് ഒന്ന് നോക്കിക്കേ. ഇൻഡസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് മാനസരോവർ ലേക്ക് ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റം നമ്മുടെ നോർത്ത് വെസ്റ്റേൺ ഹിമാലയൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് റിവർ ഇൻഡസിൽ നിന്നാണ്. ഓക്കെ, റിവർ ഇൻഡസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ റിവർ ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. ഇൻ ഗോമുഖ് ആൻഡ് ഇറ്റ് ട്രിബ്യൂട്ടറീസ് സച്ച് ആസ്, ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് പഠിക്കണം? യമുന, ഗാഗ്ര, ഗാണ്ടക്, കോസി. ഇതൊക്കെ നമ്മുടെ എക്സ്പാൻസീവ് പ്ലെയിനിലും അതേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് ഏതാണെന്ന് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ റിവർ ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏത് ഗ്ലേഷ്യറിൽ നിന്നാണ്? ചെമയു ഡങ് ഗ്ലേഷ്യറിൽ നിന്നാണ്. അതിൻ്റെ പോഷക നദികൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ ദിബാങ്, ലോഹിത്, മാനസ് ഒക്കെയാണ് കേട്ടോ. ഈ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഡ്രെയിനേജ് സിസ്റ്റമാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഭാഗം ചോദിക്കാൻ സാധ്യതയുണ്ട്. Tourism. The entire Himalayan region has become a zone with high economical potential for tourism. ഈ നമ്മുടെ ഹിമാലയൻ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ട് ടൂറിസത്തിൽ വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ട്രാവൽസ് അസോസിയേറ്റഡ് വിത്ത് പിൽഗ്രിമേജ് വാട്ട് ഇനീഷ്യേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടൂറിസം ഇൻ ദീസ് റീജിയൻ. ഈ ഹിമാലയത്തിലൊക്കെയാണ് കൂടുതലായിട്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നമ്മുടെ ബദ്രിനാഥ് പോലെയുള്ള അമർനാഥ് പോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഹിമാലയൻ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ട്രാവലേഴ്സ് കൂടുതലും ഈ ഭാഗത്തോട്ട് വരുന്നുണ്ട്. There are several pilgrim centers in this region. ഏതൊക്കെയാണ് പിൽഗ്രിം സെൻറ്റേഴ്സ്, തീർത്ഥാടന കേന്ദ്രങ്ങൾ? കൈലാസ്, മാനസരോവർ, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ്. ഇതൊക്കെയാണ് നമ്മുടെ ട്രാവലേഴ്സ് അട്രാക്റ്റ് ചെയ്യുന്ന പിൽഗ്രിം സെൻറ്റേഴ്സ്, തീർത്ഥാടന കേന്ദ്രങ്ങൾ. അതുപോലെ നമ്മുടെ ഹിമാലയൻ റേഞ്ചിൽ ചില റിസോർട്ട് ടൗൺസൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ്? ഷിംല, ഡാർജിലിംഗ്, ഷിലോങ്, അൽമോറ, റാണിക്കട്ട്, മസൂരി, നൈനിറ്റാൾ. ഇതൊക്കെ എന്താണ്? ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് സെൻറ്റേഴ്സാണ്. റിസോർട്ട് ടൗൺസ് ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. താഴ്വരകളാണ് ഷിംല, ഡാർജിലിംഗ് ഒക്കെ അല്ലേ. അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ കൊണ്ടാണ് ടൂറിസ്റ്റ് അവിടെ കൂടുതലുള്ളത്. ഒന്നെന്താണ്? തീർത്ഥാടനങ്ങൾ കൂടുതലാണ്, തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട് ഹിമാലയാസിൽ. അതുപോലെ റിസോർട്ട് ടൗൺസ് ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ ഷിംല, ഡാർജിലിംഗ്, നൈനിറ്റാൾ, മുസോറി പോലത്തെ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ദ തേർഡ് സ്റ്റേജ് ഓഫ് മോഡേൺ ടൂറിസം development began in the Himalayan region after the conquest of Mount Everest by Sherpa Tenzing Norgay and Edmund Hillary. അല്ലേ, നമ്മുടെ
ഹിമാലയൻ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഭാഗത്താണ് അല്ലേ, നേപ്പാളിൽ. അപ്പം ഈ മൗണ്ട് എവറസ്റ്റ് നമ്മുടെ ഹിമാലയൻ റീജിയനിലായതുകൊണ്ട് തന്നെ ഈ 1953 നോർഗയും ഹിലാരിയും കൂടി മൗണ്ട് എവറസ്റ്റ് കീഴടക്കി, കോൺക്വസ്റ്റ് ചെയ്തു. അതിനുശേഷം അവിടെയും കൂടുതൽ ആൾക്കാർ ടൂറിസത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. Okay, today the advent tourism sector promoting mountaineering, paragliding, skiing etc. had developed significant in this region. നമ്മുടെ ഈ ഭാഗങ്ങളിലായിട്ട് പല ടൂറിസം അഡ്വഞ്ചേഴ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. മൗണ്ടൈനിയറിങ്, മൗണ്ടൈൻ കയറുന്നത്, അതുപോലെ പാരാഗ്ലൈഡിങ്, സ്കേറ്റിങ്, സ്കൈയിങ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ടൂറിസം അവിടെ കുറച്ച് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൂറിസത്തിനെ കുറിച്ചിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ്സേ ടൈപ്പിലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കാം. അപ്പം ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഓരോന്നും നല്ല ഡീപ്പായിട്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഭാഗങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവാം ഈ ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.